ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ ഒരു തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിന് നോമ്പ് കഞ്ഞി, തരി കാച്ചിയത്, അങ്ങനെ പല പല പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആദ്യം പാത്രം അടുപ്പത്ത് വെച്ച് ഞാൻ അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിക്കുകയാണ്. ഞാൻ ഫുൾ ഫാറ്റുള്ള പാലാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ഒഴിക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് റവ കൂടി ചേർത്തു. റവ ഞാൻ വറുത്തിട്ടൊന്നുമില്ല, അങ്ങനെ ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പാലെടുത്ത അതേ പാത്രത്തിലാണ് എടുത്തത്, അതാണ് ഒരു കളറ് വന്നത്. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം പതച്ച് തിളയ്ക്കുന്ന വരെ, അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ കട്ടയൊന്നും ഉണ്ടാവരുത്. ഇത് കുറച്ച് നേരമായി നന്നായി പതച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് അത് കുറുക്കിയെടുക്കാം. വളരെ ലൂസായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു പാകത്തിന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. ഇതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഇതൊരു മീഡിയം മധുരമേ ഉണ്ടാവുള്ളൂ. ഒരു ഇളം മധുരമാണ് ഈ കഞ്ഞിക്ക് ശരിക്കും വേണ്ടത്. അപ്പോൾ അത്രയേ അതിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച്, അതായത് ഒരു 1/4 പകുതി ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അത് ഒരു ഏലക്കായ പൊടിച്ചത് എന്നുള്ള കണക്കിൽ ചേർത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിരിക്കും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ എനിക്കിപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയ കാരണം ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഓർക്കുക, ഇത് ഇരുന്ന് കഴിയുമ്പം ഒന്നുകൂടി കട്ടയാവും. അപ്പോൾ ഇവിടുന്ന് അടുപ്പിൽ നിന്ന് വല്ലാതെ കട്ടയാക്കണ്ട, നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഇട്ടിട്ട്, 1 ടീസ്പൂൺ നെയ്യാണ്, നെയ്യ് തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 3 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും, 1 ടീസ്പൂണിൻ്റെ കണക്കിലുള്ള റൈസിൻസും, 1 ടീസ്പൂണിൻ്റെ കണക്കിലുള്ള അണ്ടിപ്പരിപ്പും ഇട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. 1 ടീസ്പൂൺ എന്ന് പറയുമ്പം ഏകദേശം ഒരു 4 അണ്ടിപ്പരിപ്പും ഒരു 6 റൈസിൻസുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തരിക്കഞ്ഞിയെ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് നോമ്പ് തുറക്കുന്നതിന് മാത്രമല്ല, ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ കൂടിയാണ്. ഒരുവിധം എല്ലാവർക്കും ഈ റെസിപ്പി അറിയുന്നുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.